ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ആദ്യകുട്ടിക്ക് ചെറിയൊരു പൊള്ളൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാലിൽ. അനിയത്തി കടയിൽ പോയി വന്നാട്ടോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. അപ്പോഴത്തേക്ക് എന്തൊക്കെ മേടിച്ചോന്ന് അറിയാൻ വേണ്ടി വണ്ടീൻ്റെ അടുത്തേക്ക് ഓടി ചെന്നാട്ടോ പാവം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാല് പൊള്ളി കേട്ടോ. അപ്പോൾ അവൻ അതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് കൊള്ളിയൊക്കെ എടുത്ത് വേവിച്ചു കേട്ടോ. കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിരിക്കുവാണ് കേട്ടോ കൊള്ളി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളി പെട്ടെന്ന് വേവുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഉള്ളിച്ചമ്മന്തിയും കൂടി അരച്ചു കേട്ടോ. ഉള്ളിയും കാന്താരിയും അതുപോലെ തന്നെ കുറച്ച് പുളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തിയൊക്കെ അരച്ചു. പിന്നെ ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കൂടിയിട്ട്. ഇവർക്കാണെങ്കിൽ എരിവിന് എഗെയിൻസ്റ്റ് ആട്ടോ, തീരെ എരിവ് പറ്റില്ല. ഞാനാണെങ്കിലോ എനിക്ക് കുറച്ച് എരിവ് വേണം ഇനി കേട്ടോ. പക്ഷെ ഞാൻ പിന്നെ അത് കുട്ടീനെ വിചാരിച്ചിട്ട് കുറച്ച് എരിവ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് എരിവ് ഇട്ടിട്ട് ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട്, അവനും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷെ അവൻ കഴിക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്നിട്ട് നോക്കിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞിരിക്കുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ, എല്ലാവരും കൂടി വന്നിരുന്ന് ഉമ്മറത്തിരുന്നിട്ട് ഇങ്ങനെ ചായയൊക്കെ കുടിക്കുക, വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ കുടിക്കുന്നത് പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരുന്ന് മിക്ക ദിവസങ്ങളും ഇത് തന്നെയായിരിക്കും. ഞാൻ ചെറുപ്പത്തിലും അതെ, അച്ഛനും അമ്മയും അതുപോലെ തന്നെ അനിയത്തിയും ഞങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വൈകുന്നേരം അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിക്കാറ്. ഇപ്പോൾ ആദ്യക്കുട്ടി അതെ സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനും ആദ്യക്കുട്ടിയും കൂടി ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കും കേട്ടോ. ആദ്യക്കുട്ടിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.